ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിന്റെ ഫൈനൽ റൗണ്ട് വേദിയായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം പ്രഖ്യാപിച്ചു. മേയർ ബീന ഫിലിപ്പിന് റേസിംഗ് ഹെൽമറ്റ് കൈമാറിയാണ് ഫൈനൽ മത്സര വേദിയുടെ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യൻ സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗിന്റെ ഫൈനൽ റൗണ്ട് വേദിയായി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തെ പ്രഖ്യാപിച്ചു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ ഫൈനൽ ഡിസംബർ 20-നും 21-നും നടക്കുമെന്ന് സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് സ്ഥാപകൻ ഇഷാൻ ലൊഗാണ്ടെ പറഞ്ഞു. ബ്രാൻഡ് അംബാസഡർ സൽമാൻ ഖാൻ ഫൈനൽ കാണാനെത്തും. ആദ്യഘട്ട മത്സരം പൂനെ ബാലേവാടി ശിവ് ഛത്രപതി സ്പോർട്സ് കോംപ്ലക്സിൽ 26-ന്. ഡിസംബർ 7-ന് ഹൈദരാബാദ് GMC ബാലയോഗി സ്റ്റേഡിയത്തിലാണ് രണ്ടാം ഘട്ട മത്സരം. ഇന്ത്യ അടക്കം 15 രാജ്യങ്ങളിൽ നിന്നുള്ള 40 ബൈക്ക് റേസർമാരാണ് മത്സരിക്കാനെത്തുന്നത്. കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കയ്യിലുള്ള സ്റ്റേഡിയം സൂപ്പർ ലീഗ് കേരള മത്സരങ്ങൾക്ക് ശേഷമാണ് ബൈക്ക് റേസിംഗിനായി കൈമാറുക. ടർഫിനു മുകളിൽ പ്രത്യേക തട്ടൊരുക്കി അതിനു മുകളിൽ മണ്ണ് നിരത്തിയാണ് റേസിംഗ് ട്രാക്ക് ഒരുക്കുക. 40 അടി ഉയരത്തിൽ ബൈക്കുകൾ അഭ്യാസ പ്രകടനം നടത്തുന്നത് ആവേശമാവും. മേയർ ബീന ഫിലിപ്പിന് റേസിംഗ് ഹെൽമറ്റ് കൈമാറിയാണ് സൂപ്പർ ക്രോസ് റേസിംഗ് ലീഗ് സ്ഥാപകൻ ഇഷാൻ ലൊഗാണ്ടെ, ബാൻഡിഡോസ് മോട്ടോർ സ്പോർട്സ് മേധാവി മുർഷിദ് ബഷീർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി നിഖിൽ എന്നിവർ ഫൈനൽ മത്സരവേദിയുടെ പ്രഖ്യാപനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്തില്ല എന്ന മുദ്രാവാക്യവുമായി കുറ്റ്യാടി മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ്